ഹലോ ഗൈസ്, അപ്പം നമുക്ക് നെയിൽസ് ഒന്ന് ഫ്രഞ്ച് നെയിൽസ് ആക്കി മാറ്റിയാലോ. അപ്പം നിങ്ങൾക്കും ആഗ്രഹം കാണുമല്ലോ ഇങ്ങനെ നെയിൽസ് നല്ല വൈറ്റ് കളറിൽ, ടിപ്പ് മാത്രം നല്ല വൈറ്റ് കളറിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് നമുക്കൊരു വൈറ്റ് നെയിൽ പോളിഷാണ്. ഇപ്പോൾ എനിക്ക് വൈറ്റ് കിട്ടാത്തതുകൊണ്ട് വൈറ്റിൻ്റെ അത്രയും സാമ്യതയുള്ള ഒരു നെയിൽ പോളിഷ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് കമ്പനിയെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരു നെയിൽ പോളിഷ് റിമൂവർ എടുത്തിട്ടുണ്ട്. അതൊരു പേപ്പർ നെയിൽ പോളിഷ് റിമൂവർ ആണ്. പിന്നെ ഒരു സെല്ലോ ടേപ്പും ആണ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഓൾറെഡി കിടക്കുന്ന നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുക എന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ കിടക്കുന്ന ആ നെയിൽസിൽ കിടക്കുന്ന നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയ ഡ്രോപ്പ് പോലും പാടില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് നെയിൽസിലെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കൊടുക്കാം. റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും. നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാഞ്ഞിട്ടില്ല. സോ അത് മറച്ചിട്ടാണ് ഞാനിപ്പോൾ സെല്ലോ ടേപ്പ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു പാർട്ട് മാത്രമേ വൈറ്റ് കളർ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സെല്ലോ ടേപ്പ് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ഭാഗം മാറ്റിയിട്ട്, അതായത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട സ്ഥലം മാറ്റിയിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് സെല്ലോ ടേപ്പ് വയ്ക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ നെയിൽസിലും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ റിമൈനിങ് പോർഷനിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഓരോ നെയിൽസിലായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഡാർക്കായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ ചെയ്യുമ്പോൾ, എങ്കിലും കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുള്ളൂ. ഈ ഒരു ഇട വരാതെ എല്ലാം നല്ല ഒരു സ്പേസ് വരാതെ നന്നായിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് സെല്ലോ ടൈപ്സ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് ഇങ്ങനെയാണ് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.